ഇബ്ലീസ് പറഞ്ഞു അല്ലാഹുവോട്, നീ നോക്കിക്കോ അല്ലാഹ്, നീ നോക്കിക്കോ അല്ലാഹ്, അതല്ലദീ കറംത അലയ്യ, നീ എന്നെക്കാൾ ബഹുമാനിച്ച ഈ ആദമുണ്ട്, എനിക്ക് നീ ആയുസ് തന്നാൽ ലഅഹ്തനികന്ന ദുരിയതഹു, ഇവന്റെ മൊത്തം മക്കളെ ഖിയാമത്ത് നാൾ വരെ ഞാൻ നശിപ്പിക്കും. ഇല്ല ഖലീല, കുറച്ചെണ്ണം എന്റെ കയ്യിൽ നിന്ന് പോകും, ബാക്കി മൊത്തം ഞാൻ നശിപ്പിക്കും. ഖലാറായതക് പറയുന്ന വാക്ക് ശൈലി ഒക്കെ നോക്ക്, നീ നോക്കിയിരുന്നോ, നീ നോക്കിക്കോ. എന്നെക്കാൾ ബഹുമാനിച്ച ഒരു ആദമുണ്ടല്ലോ, അന്ത്യനാള് വരെ നീ എനിക്ക് ആയുസ് തന്നാൽ ഇവന്റെ മക്കളെ മുഴുവൻ ഞാൻ നശിപ്പിക്കും. ഇല്ല ഖലീല, കുറച്ചെണ്ണം എന്റെ കയ്യിൽ നിന്ന്. ഈ ആയത്തിന്റെ താഴെയുള്ള ആയത്ത് വലിയ വേദനാജനകമായ ആയത്താണ്. അല്ലാഹ് തിരിച്ചു പറഞ്ഞു, നശിപ്പിക്കൂലടോ ഇഞ്ഞ്, നശിപ്പിക്കൂലടോ ഇഞ്ഞ്. അങ്ങനെ അല്ലാഹ് പറഞ്ഞില്ല. അല്ലാഹു പറഞ്ഞത് ഖാല, അല്ലാഹ് പറഞ്ഞു ഇദ്ഹബ്, പോടാ എന്ന് പറഞ്ഞു. ഫമൻ തബിഅക മിൻഹും, ഈ മനുഷ്യരുടെ കൂട്ടത്തിൽ നിന്ന് ആര് നിന്റെ കൂടെ വന്നാലും ഫഇന്ന ജഹന്നമ ജസാഉകും ജസാഅൻ മഗ്ഫൂറ, ഞാൻ അവരെ നരകത്തിലിടും. അല്ലാഹു കാക്കട്ടെ. ഫബിമാ ഹുവ ഖാല അറഅയ്തക ഹാദാ അല്ലദീ കറംത അലയ്യ ലഇൻ അഖർതനി ഇലാ യൗമിൽ ഖിയാമ ലഅഹ്തനികന്ന ദുരിയതഹു ഇല്ലാ ഖലീലാ ഖാല ഇദ്ഹബ് فمن تبعك منهم فإن جهنم جزاؤكم جزاء موفورا واستفزز من استطعت منهم بصوتك وأجلب عليهم بخيلك ورجلك وشاركهم في الأموال والأولاد وعدهم وما يعدهم الشيطان إلا غرورا وما يعدهم الشيطان إلا غرورا إن عبادي ليس لك عليهم سلطان وكفى بربك وكيلا. ഈ ആയത്തിലാണ് ഒരു ആശ്വാസം തന്നത് അല്ലാഹു തആല. അല്ലാഹു, ഞാൻ ഈ ആദമിന്റെ മക്കളെയൊക്കെ നശിപ്പിക്കും, ഈ നോക്കിയിരുന്ന പടച്ചോനെ എന്ന് വെല്ലുവിളിച്ചിറങ്ങിയപ്പോൾ കാല അല്ലാഹ് പറഞ്ഞു നിന്റെ കൂട്ടത്തിൽ ആദമിന്റെ മക്കളിൽ നിന്ന് ആര് വന്നാലും വരുന്നോ അല്ലാഹ് പറഞ്ഞില്ല, ആര് വന്നാലും വ്യംഗ്യമായി അല്ലാഹു സമ്മതിച്ചു, മിക്കവാറും ഇവന്റെ കൂട്ടത്തിൽ പോകും. പിന്നെ അതിനെ അല്ലാഹു ബലപ്പെടുത്തി, ഖലീലും മിൻ ഇബാദിയ ശുകൂർ, എന്റെ അടിമകളെ കൂട്ടത്തിൽ നന്ദിയുള്ളവർ വളരെ കുറവാണ്, നന്ദിയില്ലാത്തവരാ കൂടുതൽ. ആദമിന്റെ മക്കളിൽ നിന്ന് ഇബ്ലീസിന്റെ കൂട്ടത്തിൽ പോയവരാണ്. അല്ലാഹു കാക്കട്ടെ. ഇബ്ലീസ് പറഞ്ഞ വാക്കിനെ പിന്നെ ബലപ്പെടുത്തുന്ന വാക്ക് പറഞ്ഞിട്ടുണ്ട് അപ്പുറത്ത്. അല്ലാഹു പറഞ്ഞു, ഓയ് പണി നോക്കണം, ആര് നിന്റെ കൂട്ടത്തിൽ വന്നാലും ഞാൻ അവനെ ഫഇന്ന ജഹന്നമ ജസാഉകും ജസാഅൻ മഗ്ഫൂറ, നരകത്തിലിട്ട് ശിക്ഷിക്കും. പിന്നെ അവസാനം ഒരു വാക്ക് പറഞ്ഞു, ഇന്ന ഇബാദി ലൈസ ലക അലൈഹിം സുൽത്താൻ വകഫാ ബിറബ്ബിക വകീലാ. ഒരു വാക്ക് പറഞ്ഞു, ഇന്ന ഇബാദി ലൈസ ലക അലൈഹിം സുൽത്താൻ, എന്റെ ഇഷ്ടദാസന്മാരുണ്ട്, അവർക്ക് മേൽ നിനക്ക് ഒരു സ്വാധീനവും ഉണ്ടാവുകയില്ല. വകഫാ ബിറബ്ബിക വകീലാ, അവർക്ക് ഞാൻ മതിയാവും. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മെ പെടുത്തട്ടെ. അപ്പോൾ ഇവിടെ വിഷയം നല്ലോണം മനസ്സിലാക്കുക. ഇവിടെ ഏത് നല്ല വഴിയിലും ശൈത്താൻ എവിടെയുണ്ടാവും, ഏത് നല്ലതിനെയും ശൈത്താൻ നാശമാക്കും. ജനങ്ങളെ, ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും ഇടയിലുള്ള അതിർവരമ്പ് വളരെ നേരിയതാണ്. അത് വളരെ നേരിയതാണ്. ചെവി തുറന്ന് കേൾക്ക്. ചില ആളുകൾ ദീനാണെന്ന് വിചാരിക്കും, പക്ഷേ അത് ഭൗതികതയായിരിക്കും. ദുനിയാവും ആഖിറവും തമ്മിലുള്ള അകലം വളരെ ചെറുതാണ്. ഏത് കാര്യം ആഖിറമാണോ അത് ദുനിയാവായിരിക്കും പലപ്പോഴും. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഏറ്റവും വലിയ അമലല്ലേ നിസ്കാരം. നിസ്കാരം ദുനിയാവിന്റെ അമലായി തീരും എന്നത് എത്ര സ്ഥലത്താ ഖുർആൻ പറഞ്ഞത്.
فويل للمصلين فويل للمصلين الذين هم عن صلاتهم ساهون الذين هم يراءون إراءة للخلق. നിസ്കാരം പലപ്പോഴും അതിന്റെ ലക്ഷ്യം ജനങ്ങളെ കാണിക്കലായിരിക്കും. ജനങ്ങളെ കാണിക്കൽ ശിർക്കുൽ അസ്ഗറാണ്. അതുകൊണ്ട് പരലോകത്തെ പരാജയപ്പെടും. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അതുകൊണ്ട് ചിന്തിക്കണം. ഏത് നല്ലതും നല്ലതാകുമ്പോൾ പിശാച് വരും. ഏറ്റവും നല്ലത് ദീനാണ്. അതുകൊണ്ട് ദീനിന്റെ പിന്നാലെ പിശാച് കൂടും, മുഅ്മിനീങ്ങളെ പിന്നാലെ കൂടും. എപ്പോഴും ഏത് മുതൽ കൂടും? ബാപ്പ ഉമ്മയെ ജിമാ ചെയ്യാൻ തുടങ്ങുന്നത് മുതൽ കൂടും. അടിക്കുമ്പോൾ പ്രസവിക്കുമ്പോഴോ ما من مولود إلا ويضربه الشيطان فيستهل صارخا قال رسول الله. പിശാചിന്റെ അടി കുട്ടിക്ക് കൊടുക്കാതെ ഒരു പെണ്ണും പ്രസവിക്കുകയില്ല. ഒരു പെണ്ണ് പ്രസവിക്കുന്ന നേരത്ത് ശൈത്താൻ കുട്ടിക്ക് അടിക്കും. ഏറെ പെണ്ണ് പ്രസവിക്കുന്ന നേരത്തും ശൈത്താൻ ചാപ്പും. പിശാചിന്റെ അടി കിട്ടാതെ ഒരു പെണ്ണ് പ്രസവിക്കുകയില്ല. അപ്പോഴാണ് കുട്ടി കരയുന്നതെന്ന് പുണ്യനബി. അതുകൊണ്ട് ഒരു ആവറേജ് ഇസ്ലാം പോരെ എന്ന് പറയുന്നവൻ വിഡ്ഢിയാണ്. അതുകൊണ്ടാണ് ശക്തമായി അതുകൊണ്ടാണ് അണപ്പല്ലുകൊണ്ട് കടിച്ചു പിടിക്കണമെന്ന് പുണ്യനബി. കടിച്ചു പിടിക്കണം. അണപ്പല്ല് എന്ന് പറഞ്ഞാൽ ഏറ്റവും ശക്തമാണ്. അണപ്പല്ലുകൊണ്ട് കടിച്ചു പിടിക്കണം. ചിന്തിച്ചു